നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ദുരിതക്കുരുക്കിലായി ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. കനത്ത വെയിലിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് ദയനീയം. ഗുജറാത്ത് ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിൽ ആനകളുടെ പരിചരണം മുൻനിർത്തിയാണ് സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. മേലൂർ സ്വദേശി നെറ്റിക്കാടൻ വീട്ടിൽ ജോർജാണ് മരിച്ചത്. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച വയോധികന് ദാരുണാന്ത്യം. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. സംസ്ഥാനത്ത് താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്ന വ്യാജ പ്രചരണം വിശ്വസിക്കരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് യോഗം വിലയിരുത്തി. ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത് തരംഗമായി മാറിയാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര എന്നീ സീറ്റുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജില്ലയിൽ UDFന് വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര രൂപപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ അതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെയുള്ള നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു. സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനവസരത്തിലായിപ്പോയെന്ന് പ്രവർത്തകർ പ്രതികരിച്ചു. വ്യാപകമായ സൈബർ ആക്രമണമാണ് സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഉയർന്നത്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നായിരുന്നു സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദുരിതക്കുരുക്കിലായി ദേശീയപാതയിലെ മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. 100 കണക്കിന് വാഹനങ്ങൾ നേരവും കാലവുമില്ലാതെ പൊരിവെയിലിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ച തെല്ലും ശമനമായില്ല. പഴയ ദേശീയപാതയിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിട്ടിട്ടും കുരുക്ക് അതിരൂക്ഷമായി തുടർന്നു. കനത്ത ചൂടിൽ ദേശീയപാതയിലെ വാഹനനിര ചാലക്കുടി പുഴപ്പാലം വരെയാണ് നീളുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരുടെ അവസ്ഥയാണ് അതീവ ശോചനീയം. റോഡിലെ കുരുക്കിൽ ശരീരം പൊള്ളി മണിക്കൂറുകൾ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര അടിപ്പാത നിർമ്മാണവും ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കി. നേരത്തെ നിർമ്മാണം ആരംഭിച്ച ചിറങ്ങര, മുരിങ്ങൂർ അടിപ്പാതകൾ മാർച്ച് 31 തുറന്നുകൊടുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയെങ്കിലും നടപ്പായില്ല. പാർശ്വഭിത്തി, മീഡിയൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ളതാണ് തടസ്സം. അതേസമയം ചിറങ്ങരയിലെയും മുരിങ്ങൂരിലെയും മേൽപ്പാലം തുറന്നുകൊടുക്കുന്നതോടെ വേഗത്തിൽ 3 വരിയിൽ വരുന്ന വാഹനങ്ങൾ കൊരട്ടിയിൽ വലിയ കുരുക്കിലേക്കായിരിക്കും എത്തിപ്പെടുക. കൊരട്ടിയിലെ പണി തീരാൻ 1 വർഷത്തോളം എടുത്തേക്കും. 1.5 വർഷമായി യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ഈ മേഖലയിലെ കുരുക്ക്. വെറും 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമാണെങ്കിലും 3/4 മണിക്കൂറോളമാണ് KSRTC പോലുള്ള വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കിൽ കുരുങ്ങിക്കിടക്കുന്നത്. TCV ചാലക്കുടി. ഗുജറാത്ത് ജാംനഗറിൽ പ്രവർത്തിക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ രോഗപരിചരണം മുൻനിർത്തിയാണ് പുതിയ സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ആശുപത്രിയുടെ വിശദ രൂപരേഖ അടിയന്തരമായി തയ്യാറാക്കുന്ന തിരക്കിലാണ് ദേവസ്വം. വൻതാരയുടെ ചുമതലയുള്ള റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡ് ചെയർമാൻ അനന്ത് അംബാനിയുടെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനമാണ് ദ്രുതഗതിയിലുള്ള നീക്കത്തിന് പിന്നിൽ.
വൻതാരയിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിൽ മൃഗാശുപത്രി നിർമ്മിക്കാൻ സഹായം നൽകാമെന്ന് അനന്ത് അംബാനി ദേവസ്വത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി വൻതാര സന്ദർശിക്കാൻ ദേവസ്വം ഭാരവാഹികളെ അദ്ദേഹം ജാംനഗറിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. കൂടാതെ ദേവസ്വം ഗോശാലകളുടെ സമഗ്ര വികസനത്തിനും അംബാനി സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. മേലൂർ നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. കരുവാപ്പടി ജംഗ്ഷനിൽ വെച്ച് ചാലക്കുടിയിലേക്ക് വരുന്നതിന് ബസ്സിൽ കയറിയതാണ്. പെട്ടെന്ന് ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഡോറിന് തൊട്ടടുത്ത് നിന്നിരുന്ന ജോർജ് താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. വെങ്കിടങ്ങ് ത്വയ്ക്കാവ് സ്വദേശി എലവത്തിങ്കൽ വീട്ടിൽ 63 വയസ്സുള്ള സണ്ണിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ എലവത്തൂർ സ്വദേശി തോന്നൂക്കര വീട്ടിൽ സനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിയേക്കര മണലി പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടകര സ്വദേശിയായ ഷമ്മി ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിനിടയാക്കിയത്. ദേശീയപാതയോട് ചേർന്നുള്ള ഫാസ്ടാഗ് റീചാർജ് ബൂത്തിനരികിൽ നിർത്തിയിട്ടിരുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശിയുടെ കാറിന് പുറകിലിടിച്ചാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, നിശ്ചയൊക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ദേശീയപാത കുറുമാലിയിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടന്ന വാഹനങ്ങളിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. കൊടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ദേവമാത എന്ന സ്വകാര്യ ബസ് മുൻപിലുണ്ടായിരുന്ന 2 കാറിലും പെട്ടി ഓട്ടോയിലും ഇടിക്കുകയായിരുന്നു.
ബസ് ഇടിച്ചതിനെ തുടർന്ന് മുൻപിലുണ്ടായിരുന്ന ആളൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ മുൻപിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശികളുടെ കാറിലും പെട്ടിയോട്ടോയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ ബസ്സും ജീവനക്കാരെയും പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് PWD റെസ്റ്റ് ഓഫീസിന് സമീപം ടോറസ് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ആർക്കും പരിക്കില്ല. മുതുവട്ടൂരിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ടോറസ് എതിർഭാഗത്തും വന്നിരുന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് വളയുകയും ഇലക്ട്രിക് ലൈനുകൾ താഴേക്ക് പതിക്കുകയും ചെയ്തു. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈരാറ്റുപേട്ട സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. വേനൽ കനത്തതോടെ ചൂടുള്ള വ്യാജ പ്രചാരണങ്ങളും സമൂഹമാധ്യമങ്ങളിൽ സജീവമാകുന്നു. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിലാണ് പ്രചരണം. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാം, കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ പ്രചാരണമാണ് നടക്കുന്നത്. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം സന്ദേശങ്ങൾ വൻതോതിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിലെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും നൽകിയിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. ഇനി വേനൽ മഴ ഉണ്ടാകില്ലെന്നും മഴ പെയ്യേണ്ട സമയത്ത് ചൂട് കൂടുകയാണ് ചെയ്യുകയെന്നും എൽ നിനോയുടെ പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്നുമാണ് മറ്റൊരു വ്യാജ പ്രചരണം. 2026 വേനൽക്കാലത്ത് എൽ നിനോ പ്രതിഭാസമില്ല. അതിനാൽ സാധാരണയിൽ കൂടുതൽ വേനൽമഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് അന്താരാഷ്ട്ര ദേശീയ കാലാവസ്ഥാ ഏജൻസിയുടെ നിരീക്ഷണം. എന്നാൽ ഇതിന് നേർ വിപരീതമായാണ് വാട്സാപ്പ് പ്രചരണം. മൺസൂൺ കാലയളവിലാണ് ഇത്തവണ എൽ നിനോ പ്രതിഭാസം പ്രവചിക്കപ്പെടുന്നത്. അതിനാൽ ഇത്തവണ വേനൽ മഴ കുറയാൻ സാധ്യതയില്ല. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യരുതെന്നും അധികൃതർ അറിയിച്ചു. TCV കൊടുങ്ങല്ലൂർ. ദേശമംഗലം കടുകശ്ശേരിയിൽ വീടിനുള്ളിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങി. വയോധികയുടെ മരണം ഹൃദയസ്തംഭനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയോധികയുടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന ആരോപണത്തിൽ മാല ഇവർ തന്നെ പണയം വെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ബന്ധുക്കളുടെ പരാതി പ്രകാരം വള നഷ്ടപ്പെട്ടതെങ്ങനെയെന്ന് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കടുകശ്ശേരി സ്വദേശിനി തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന്റെ എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യത്തെ ഒരു കാഴ്ചപ്പാട്. വളരെ ഭയപ്പെടുത്തുന്നതും ഭീതിജനകമാക്കുന്നതും ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ്. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ, ഒരു വയോധികരായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും അടക്കമുള്ള ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഏറ്റവും അടുത്ത തലത്തിൽ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. മറ്റതിന് ആരോ ഉത്തരവാദിച്ചിട്ട് അവരെ കണ്ട് നിയമപ്രകാരമുള്ള ശിക്ഷകൾ കൊടുക്കണം. ആളിവിടെ ഒറ്റയ്ക്കല്ലേ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കണ്ടായിരിക്കും. ഇപ്പോൾ പണിക്കാർ പലരും വരാറുണ്ട്. അത് ആരാ എന്താണെന്നില്ല. ഇപ്പോൾ ആൾ ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ തേങ്ങ പെറുക്കി കൂട്ടാനും മറ്റുള്ള ഇതിനൊക്കെ തേങ്ങ പൊളിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇതേവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്ന് പേടിപ്പിക്കാൻ കൂടി ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ 2 ദിവസം മുന്നേ അങ്ങനെ മോള് പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. മോള് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇലക്ഷനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ആ ഒരു ടൈമിലാണ് ഇപ്പം ഉണ്ടായേക്കുന്നത്. അടുത്ത വീട്ടിലേക്ക് രാത്രി കിടക്കാൻ പോവാറാണ് ഇമ്മ. അങ്ങനെ മോളടുത്തേക്ക് പോവാന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു അത്രേ. മോള് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചു. അങ്ങോട്ട് എത്തിയിട്ടില്ല. കിടക്കാൻ പോണ വീട്ടുകാർ വിചാരിച്ചു മോളടുത്തേക്ക് പോയി എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിറ്റേ ദിവസം മുതൽ മോള് ഫോൺ ചെയ്ത് നോക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെയാണ് മോള് വിളിച്ചിട്ട് അൻപട്ടിയറോട് ആരോടോ അല്ലേ വന്ന് നോക്കാൻ പറയാം. ജാതി വിവേചനത്തിന്റെ ഇരയായ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS 1ാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KPMS കൊടകര യൂണിയൻ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗം ഏരിയ യൂണിയൻ സെക്രട്ടറി KU രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ, AK സാജു, NV ശിവദാസൻ, TK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ചേറ്റിപ്പുഴയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. പള്ളത്ത് വീട്ടിൽ ഷിബിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ കോടതി ജില്ലാ ജഡ്ജി കെ കാമനീഷ് ശിക്ഷിച്ചത്. 2021 വിഷു ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. അയൽവാസിയും ബന്ധുവുമായ പൊന്മട്ട് വീട്ടിൽ തങ്കമകൻ രജുവിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് കണി ദർശനം. പുലർച്ചെ 2-ന് മേൽശാന്തി TM നാരായണൻ നമ്പൂതിരിയും കീഴ്ശാന്തിമാരും കുളിച്ചുവന്ന് ശ്രീലകവാതിൽ തുറക്കും. നാളികേരം ഉടച്ച് തിരിയിട്ട് തെളിയിച്ച് ഓട്ടുരുളിയിലെ കണിക്കോപ്പുകൾ ഉയർത്തിപ്പിടിച്ച് മേൽശാന്തി കണ്ണനെ കണി കാണിക്കും. കെടാവിളക്കിലെ തിരി നീട്ടി കണ്ണന്റെ കയ്യിൽ വിഷു കൈനീട്ടം നൽകും. ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും അലങ്കരിച്ച് സ്വർണ്ണപീഠത്തിൽ കണിക്കോപ്പുകളും കണ്ണന്റെ തങ്കത്തിടമ്പും എഴുന്നള്ളിച്ച് മുഖമണ്ഡപത്തിൽ വയ്ക്കും. വിളക്കുകൾ തിരിനീട്ടി തെളിയിച്ച് എല്ലാവരും പുറത്തിറങ്ങും. തുടർന്നാണ് ഭക്തർക്ക് കണി കാണാനുള്ള അവസരം. കണി ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകും. വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. ഇടയ്ക്ക് നാഗസ്വരത്തോടെ വിളക്കാചാരം, മേളത്തോടെ എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ഭക്തർക്ക് വിഷു സദ്യയും നൽകും. ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലാകും. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. അതിരപ്പള്ളി പിള്ളപ്പാറ പള്ളിക്ക് സമീപം കാട്ടാന ഇറങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ പള്ളിമുറ്റത്തെത്തിയ കൊമ്പൻ മാവ് മറിച്ചിടാൻ ശ്രമിച്ചു. ഒരാഴ്ചയായി പിള്ളപ്പാറ പരിസരത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. പടിഞ്ഞാറെ ചാലക്കുടിയിൽ അതിഥി തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി 30 വയസ്സുള്ള നൂർ ആലമാണ് മരിച്ചത്. ആലുക്ക ബിജു എന്നയാളുടെ തോട്ടവീതിയിലെ ഔട്ട് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ വയറിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഒപ്പമുള്ളവർ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ കേരളത്തെ അതിന്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നാക്ക ദളിത് വിഭാഗങ്ങളോട് ജാതി വിവേചനം കാട്ടി അപമാനിക്കുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ സർക്കാർ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആസൂത്രിത നീക്കം കേരളത്തിലെ എല്ലാ മുന്നണികളും നടത്തുന്നുണ്ടെന്ന് സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി. കൂടൽമാണിക്യം ദേവസ്വത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങൾ നടത്താൻ കഴിയില്ലെന്നറിയിച്ച് തന്ത്രി കുടുംബങ്ങൾ കത്ത് നൽകിയതായും 1 വർഷത്തോളമായി ചടങ്ങുകളിൽ ഇവർ പങ്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രി കുടുംബമാണ് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നതെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചു. ക്ഷേത്രോത്സവം പതിവ് പോലെയാണ് നടക്കുന്നതെന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നതെന്നും കൂടൽമാണിക്യം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ആരോപിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മുൻ മന്ത്രിയും BJP ദേശീയ നേതാവുമായ V മുരളീധരനെ ക്ഷേത്രം അധികൃതർ പ്രത്യേക പരിഗണന നൽകി കടത്തിവിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ 6:10 V മുരളീധരൻ ഉൾപ്പെടെ 5 പേർ ദർശനത്തിനായെത്തിയത്. സമയം 6 കഴിഞ്ഞതിനാൽ കൊടിമരം വഴി കടത്തിവിടാനോ വിടേണ്ടതില്ലെന്ന് ക്ഷേത്രം മാനേജർ സെക്യൂരിറ്റിക്കാരനോട് നിർദ്ദേശിച്ചു. ഇതോടെ മുരളീധരനും കൂടെയുള്ളവർക്കും അകത്ത് കടക്കാനായില്ല. മുരളീധരന്റെ സുഹൃത്തും ഗുരുവായൂരിലെ പൊതുപ്രവർത്തകനുമായ ശ്രീകുമാർ ഇഴുവപ്പാടി ക്ഷേത്രം ഗോപുരത്തിലെത്തി മാനേജറുമായി സംസാരിച്ചു. നിയന്ത്രിത അവധിയാണെന്നും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം അനുവദിക്കാനാകില്ലെന്നും മാനേജർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് തർക്കം നടന്നതോടെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഇടപെട്ട് V മുരളീധരനെയും ഒപ്പമുണ്ടായിരുന്ന 3 പേരെയും കടത്തിവിട്ടു. ഇടവേള. വർണ്ണവസ്ത്രത്തിൻ ലോകം
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് എന്ന 1ാം വർഷ BDS വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിക്കുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഭാരതീയ പട്ടികജന സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെരിഞ്ഞനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം 3 പീടികയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BPJS സംസ്ഥാന സെക്രട്ടറി PK അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TV വിശ്വാമിത്രൻ, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പുറം സ്വദേശിയായ കുരിയാപ്പിള്ളി വീട്ടിൽ അൻസലാണ് അറസ്റ്റിലായത്. വ്യക്തിവൈരാഗ്യത്തിൽ കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് കാവിൽക്കടവ് സ്വദേശി അഭിജിത്തിനെയും സുഹൃത്തിനെയും ഇടിക്കട്ട കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. അവധിക്കാലത്ത് ആർത്തുലസിക്കാൻ വീണ്ടും കൂടപ്പുഴ തടയണ. കുട്ടികളും യുവാക്കളും എന്നുവേണ്ട പ്രായഭേദമന്യേ ഇവിടെ ജനം ഒത്തുചേരുകയാണ്. കൂട്ടുകാരോടൊപ്പമോ കുടുംബസമേതമായോ ആണ് ആളുകളുടെ വരവ്. വൈകിട്ട് 3 മണി മുതൽ സ്വദേശ വിദേശ സഞ്ചാരികൾ എത്തിത്തുടങ്ങും. കളിച്ചും കുളിച്ചുമുള്ള സല്ലാപം സന്ധ്യ വരെ നീളും. കൊടും ചൂടിൽ നിന്നുള്ള രക്ഷപ്പെടലിന്റെ ആശ്വാസവുമായാണ് സ്ത്രീകളടക്കമുള്ളവരുടെ മടക്കം. 2 പതിറ്റാണ്ടായുള്ള ഈ ഇടക്കാല വിനോദസഞ്ചാരം മഴക്കാലം വരെ നീളും. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടുമ്പോൾ പ്രദേശത്തെ ജലസേചന സൗകര്യം മാത്രമായിരുന്നു സർക്കാർ ലക്ഷ്യം. ആദ്യമൊക്കെ തൊട്ടടുത്തുള്ളവർ വൈകുന്നേരങ്ങളിൽ നേരം പോക്കിനായി തടയണയിൽ എത്തുമായിരുന്നു. കണ്ടും കേട്ടുമറിഞ്ഞ് ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ 200ഓളം പേർ കടവിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അത് 500-ലധികം ഉയരും. അപകടങ്ങൾക്ക് കുപ്രസിദ്ധം കൂടിയാണ് കൂടപ്പുഴ ആറാട്ടുകടവ്. പല ഘട്ടങ്ങളിലായി നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. നീന്തുന്നതിനിടെ കൈകാലുകൾ കുഴഞ്ഞ് തടയണ ഷട്ടറുകളുടെ അടിയിൽപ്പെട്ട് ഇങ്ങനെ പലതരം അപകടത്തിലായി മരിച്ച ആളുകൾ നിരവധിയാണ്. അശ്രദ്ധ തന്നെയാണ് പ്രധാന വില്ലൻ. തടയണയുടെ ഷട്ടറുകൾക്കടുത്ത് നിൽക്കുന്നതും നീന്തുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടിയൊഴുക്കിൽ കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യവും. ഈ മുന്നറിയിപ്പൊന്നും പക്ഷേ ആരും മുഖവിലേക്കെടുക്കാറില്ല. അപകട മേഖല എന്ന് സൂചിപ്പിക്കുന്ന ഫയർഫോഴ്സിന്റെ മുന്നറിയിപ്പ് കടവിന്റെ മുൻഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. TCV ചാലക്കുടി. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടഭരണി കാർത്തിക വേല ആഘോഷത്തിന് കൊടിയേറി. പഴങ്ങാമ്പറമ്പ് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. ഉത്സവത്തിന് തുടക്കം കുറിച്ച് കമ്പക്കെട്ട് നടന്നു. 18-ന് നടക്കുന്ന വേല എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. പുറത്തേക്ക് പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര വിജയൻ മാരാരും, തിരിച്ച് മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പിന് ചേരനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരും, രാത്രി വേല എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പൻ മാരാരും പ്രാമാണികരാകും. 18-ന് വൈകിട്ട് 7-ന് വെടിക്കെട്ട് നടക്കും. 19-ന് വിവിധ ദേശക്കാരുടെ കാർത്തിക വേല എഴുന്നള്ളിപ്പ് നടക്കും.
മാനസിക വിഭ്രാന്തിയുള്ള പട്ടികജാതിക്കാരനായ ആളെ വാർഡ് മെമ്പർ ഉൾപ്പെട്ട സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീടിന് നേരെ ആക്രമണം നടത്തിയതായും പരാതി. താന്യം കിഴപ്പുള്ളിക്കര സ്വദേശി ചെമാപ്പള്ളി രാമു മകൻ അജയനാണ് ആൾക്കൂട്ടാക്രമണത്തിൽ പരിക്കേറ്റ് അങ്കമാലി കറുകുറ്റിയിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ മാസം 29-നായിരുന്നു സംഭവം. പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇദ്ദേഹമാണെന്ന് ആരോപിച്ച് പൊതുസ്ഥലത്തിട്ട് മർദ്ദിക്കുകയും തുടർന്ന് വീട്ടിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് മർദ്ദിച്ചതായും വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതായും ബന്ധുക്കൾ പറയുന്നു. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്തിക്കാട് പോലീസ് നൽകിയ പരാതി പോലീസ് സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചു. അജയനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി, മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി വർഗ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും അജയന്റെ സഹോദരിമാരായ സരസ്വതി, തങ്കമണി, ബന്ധുക്കളായ സജീവൻ ചെമാപ്പുള്ളി, കമലം ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും വേദിയായി മാറിയ പുട്ടും പാട്ടും പരിപാടി ശ്രദ്ധേയമായി. താമരപ്പള്ളി പുരോഗമന കലാസാഹിത്യ സംഘവും റെഡ്കോ നാട്യ കലാവേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അംഗപരിമിതരുടെ കൂട്ടായ്മയായ പൂമ്പാറ്റ അവതരിപ്പിച്ച മേളത്തോടു കൂടിയാണ് പരിപാടി ആരംഭിച്ചത്. വിവിധ വീടുകളിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവന്ന വിവിധ തരം പുട്ടുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് നിറച്ച ചായക്കടയും കൗതുകമുണർത്തി. ഇന്ദിരാംചിറ പരിസരത്ത് നടന്ന പരിപാടി എഴുത്തുകാരി ജൈന ചക്കാമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീന പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, VD പ്രേംപ്രസാദ്, പ്രസാദ് കാക്കശ്ശേരി, RA അബ്ദുൽ ഹക്കീം, BR സന്തോഷ്, CF രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ഹാർമോണിയം വാദകനും സംവിധായകനുമായ അന്തരിച്ച പുത്തൂർ രാജൻ മാസ്റ്ററുടെ അനുസ്മരണം നടത്തി. വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിൽ നടന്ന അനുസ്മരണം സംഗീതജ്ഞൻ തൃശൂർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സതീഷ് ന്യാസ് അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ പോൾസൺ താണിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൃഷ്ണകുമാർ, G അനിൽകുമാർ, KV കുഞ്ഞിക്കണ്ണൻ, സേവ്യർ അരിമ്പൂർ, സുന്ദർ അരിമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടകഗാനങ്ങൾ കോർത്തിണക്കി ഗാനാർച്ചനയും നടന്നു. വേനൽ കടുത്തതോടെ തിരുവില്ലാമലയിലെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോഴും ജലസേചന വകുപ്പ് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് ആരോപിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സാബു പോക്കാക്കില്ലത്ത്, ടൈറ്റ്സ് കട്ടക്കയം, VG സതീഷ് എന്നിവർ സംസാരിച്ചു. CPM നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കടങ്ങോട് പാറപ്പുറത്ത് നടന്നു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ ചെയർമാനുമായ M ബാലാജി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് ലോക്കൽ സെക്രട്ടറി CH ലാഷ്, പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസ് കൊള്ളനൂർ, കടങ്ങോട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, കർഷക സംഘം ഏരിയ ജനറൽ സെക്രട്ടറി P ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാഴ്ചയായി കഴുത്ത് ഭരണിയിൽ കുടുങ്ങി അലഞ്ഞുതിരിഞ്ഞ് നടന്ന തെരുവ് നായയെ രക്ഷപ്പെടുത്തി. പുത്തങ്കുളത്തെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ കുട്ടിപ്പട്ടാളം ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നായയെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത്. കഴുത്ത് പ്ലാസ്റ്റിക് ഭരണിയിൽ കുടുങ്ങി പെരുമ്പിലാവിലും പരിസരത്തുമായി അലഞ്ഞുതിരിഞ്ഞ് നടന്ന തെരുവ് നായയെ രക്ഷിക്കാൻ ഒരാഴ്ചയായി നാട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കണ്ടെത്തിയ നായയെ ഫയർ ഡിഫൻസ് ആൻഡ് റെസ്ക്യൂ ടീം അംഗം രാജൻ പിടികൂടി കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ഭരണി ഊരിമാറ്റി.
ഇനി വാണിജ്യം. മഗ്നോലിയ സിഗ്നേച്ചർ യൂണിസെക്സ് പ്രീമിയം സലൂൺ ഒല്ലൂർ പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിന് സമീപം 3000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മഗ്നോലിയ സിഗ്നേച്ചർ ബിൽഡിംഗിൽ ആരംഭിച്ച പ്രീമിയം യൂണിസെക്സ് സലൂൺ ചലച്ചിത്രതാരം നീതു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, കൗൺസിലർ ലിംന മനോജ്, മഗ്നോലിയ മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് സുരേന്ദ്രൻ, ജാസ്മിൻ സുധീഷ്, നളിനി സുരേന്ദ്രൻ, യാദവ് കൃഷ്ണ, ശ്രീനന്ദന, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോ വിന്നർ ഋതു കൃഷ്ണയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. പെർമനന്റ് മൈക്രോ ബ്ലേഡിംഗ്, പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ, പെർമനന്റ് നെയിൽ എക്സ്റ്റൻഷൻ, ടാറ്റു റിമൂവിംഗ്, വാട്സ് റിമൂവിംഗ്, ഇയർ ലോബിംഗ് എന്നിവ മഗ്നോലിയയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളാണ്. കൂടാതെ ഹൈഡ്രാ കാർബൺ ഫോട്ടോ ഫേഷ്യൽ, കൊറിയൻ, സ്കിൻ ടൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, ആന്റി ഏജിംഗ് ഉൾപ്പെടെയുള്ള നിരവധി ഫേഷ്യലുകളും മഗ്നോലിയയുടെ പ്രത്യേകതയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സൗന്ദര്യ സംരക്ഷണവും മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മഗ്നോലിയയുടെ പ്രധാന സവിശേഷതയാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ മണ്ണുത്തിയിലും മഗ്നോലിയ യൂണിസെക്സ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 7558904233. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ദുരിതക്കുരുക്കിലായി ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. കനത്ത വെയിലിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് ദയനീയം. ഗുജറാത്ത് ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ രോഗപരിചരണം മുൻനിർത്തിയാണ് സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. മേലൂർ സ്വദേശി നെറ്റിക്കാടൻ വീട്ടിൽ ജോർജാണ് മരിച്ചത്. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. സംസ്ഥാനത്ത് താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്ന വ്യാജ പ്രചരണം വിശ്വസിക്കരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.